സിയോൻ യാത്രയതിൽ മനമേ അബ്രഹാത്തിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. ഒന്നുകൂടി, അബ്രഹാത്തിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. സിയോൻ യാത്രയതിൽ മനമേ. ഒന്നുകൂടി, സിയോൻ യാത്രയതിൽ മനമേ. മതി കേട്ടോ. സിയോൻ യാത്രയിൽ എന്തുട്ട പറ്റിയ എന്ന് മിണ്ടാതിരിക്കണെന്തേ? ഞാൻ താഴിക്കോ വേണോ? നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുക, ഞാനോണ്ട് നിങ്ങൾ നിൽക്കണേ. എവിടെയാ വെച്ചിട്ട് കാറ്റുണ്ട്, ഇങ്ങനെ നിൽക്കാം, അതുകൊണ്ട് നിൽക്കണതാ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ താഴിക്ക് വരും കേട്ടോ. ഇനി ഉത്തരം പറഞ്ഞെനിക്ക് താഴിക്ക് വരും ഉറപ്പ്. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ പൊക്കും. ഞാൻ എല്ലാത്തിൻ്റെ അടുത്തേക്കും വരുന്നുണ്ട്. ഇനി പറ. സിയോൻ യാത്ര ചെയ്തതിൽ മനമേ ഭയം ഒന്നും വേണ്ട. എങ്ങനെയുള്ള ദൈവം കൂടെയുള്ള? അബ്രാഹത്തിന്റെ ദൈവം കൂടെയുണ്ട്, ഇസഹാക്കിന്റെ ദൈവം കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം കൂടെയുണ്ട് കേട്ടോ. ദൈവത്തിന്റെ 3 പ്രത്യേകതകളത്. അവൻ അബ്രാഹത്തിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. ജീവിതത്തില് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് കൂടെയുള്ള ദൈവത്തെ കുറിച്ചാ, ഇമ്മാനുവേലായ ദൈവത്തെ കുറിച്ച്. ആ ദൈവത്തിന്റെ 3 പ്രത്യേകതകളാണ് അച്ഛൻ ഇന്ന് പറയാൻ പോണേ. ഒന്നാമത്തെ പ്രത്യേകത, അവൻ അബ്രാഹത്തിന്റെ ദൈവം. അബ്രാഹത്തിന്റെ ദൈവം അത് അബ്രാഹത്തിന് കൊടുക്കണ വിശേഷണമാണോ? അബ്രാഹത്തിന് കൊടുക്കണ വിശേഷണമാണോ? അല്ല, അത് ദൈവത്തിന് കൊടുക്കണ വിശേഷണമാണ്. അവൻ അബ്രാഹത്തിന്റെ ദൈവ. എന്തുകൊണ്ടാണ് ദൈവത്തെ അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ? തേങ്ങപ്പുടുക്ക് പോലെ ഇരിക്കണോക്കി ഓരോന്ന്. എന്തുകൊണ്ടാണ് അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ? ആരായിരുന്നു അബ്രാഹാം? ഇങ്ങനെ പിടിച്ചോണ്ട് നടന്നോട്ടോ, ഞാനൊന്നും പറയണില്ല. ആ വിശ്വാസികളുടെ പിതാവായിരുന്നു. പിന്നെയുള്ള പ്രത്യേകത എന്തായിരുന്നു അബ്രാഹത്തിന്റെ? നിങ്ങളോട് എന്നിട്ടൊരു അക്രൈസ്തവൻ ചോദിക്കുക, എടി മേരിക്കുട്ടിയെ, എന്തുട്ടടി അബ്രാഹത്തിന്റെ ദൈവം? നിങ്ങളെന്ത് പറയും? അതിപ്പോ എന്തിനാ അങ്ങനെ വിളിക്കണ ദൈവത്തെ? നമ്മള് ദൈവത്തെ ദൈവമേന്ന് വിളിച്ചപ്പോ പിന്നെ എന്തിനാ അബ്രാഹത്തിന്റെ ദൈവമെന്ന് വിളിക്കണേ? എടാ സഭയിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക പേരുണ്ട്, അബ്രാഹത്തിന്റെ ദൈവം. അത് എന്തുകൊണ്ടാണ് ദൈവത്തെ അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ? വിശ്വാസികളുടെ പിതാവായതുകൊണ്ട്. ആര്? അബ്രാഹോ ദൈവോ? അബ്രാഹോ ദൈവോ? നിങ്ങളെല്ലാവരെയും നിരാശപ്പെട്ടിരിക്കണെന്തേ? നിങ്ങൾ പാട്ടുകാരെ കുറച്ച് ജിൽജിലായിട്ടിരുന്ന് പാടണം കേട്ടോ. നിങ്ങൾ എപ്പോഴും പാടുന്നതെന്നറിയോ? കേട്ടോ, ഇച്ചിരി ജിൽജിലായിട്ടിരുന്ന് പാടണം. പ്രിൻസേട്ടൻ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാ കേട്ടോ. ജിൽജിലായിട്ടിരുന്ന് പാടണം കേട്ടോ. നിങ്ങൾ പാടുന്നത് ദൈവത്തിന്റെ മഹത്വമാണ് കേട്ടോ. പാട്ടൊക്കെ പാടുമ്പോ ഗംഭീര ശബ്ദത്തില്, ഉച്ചത്തില്. നിങ്ങൾ നല്ല കൊയറ കേട്ടോ, സൂപ്പർ കൊയറ, സൂപ്പർ കൊയറ. ഇച്ചിരി അല്ലേ? ഇവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ടേ. നിങ്ങൾ ഇവരുടെ മുഖത്തേക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടോ? എന്തോ മരണ വീട്ടിൽ വന്നിരിക്കണ പോലെ അവരിയ്ക്കണേ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച്. കാരണം നിങ്ങൾ പാടുന്നറിയോ? മാലാഖമാരുടെ സ്ഥാനത്ത് നിങ്ങള് ദൈവത്തിന്റെ കീർത്തനങ്ങൾ പാടുന്നവരാര്? നിങ്ങള് മാലാഖമാര്. നിങ്ങൾ മാലാഖമാരുടെ സ്ഥാനത്ത്. മാലാഖമാര് സങ്കടപ്പെട്ടിരിക്കോ? ഇല്ല. നിങ്ങളെ കാണുമ്പോ സങ്കടം ഉണ്ടോ? നിങ്ങളെ കാണുമ്പോ സങ്കടം ഉണ്ടോ? കണ്ടറിയാം കേട്ടോ. ഒറ്റയിടത്തിന്റെ മുഖത്ത് സങ്കടമില്ല. അപ്പൊ ചിരിച്ചിട്ടുണ്ടോളെ? ഇനി ഞങ്ങൾ മുഖത്ത് നോക്കുമ്പോൾ എനിക്കും സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ മാലാഖമാരുടെ നേരത്തെ സ്ഥലത്ത് ഞാൻ കാണണേ കേട്ടോ. അത്രയും വലിയ മഹത്വമുള്ളവരാ നിങ്ങൾ കേട്ടോ. എന്റെ പള്ളിയിലൊക്കെ ഞാൻ പറയും, മാലാഖമാരുടെ സ്ഥാനത്തുള്ള കൊയറിലെ അംഗങ്ങള്. നിങ്ങൾ ഗംഭീര കൊയറാണ്, പാട്ട് സൂപ്പറാ. നിങ്ങളിത് ചിരിച്ചിട്ട് അങ്ങനെ പാടിയാണ്ടല്ലോ, ഇവരും ചിരിക്കും, ഞങ്ങളും ചിരിക്കും. ഞാൻ എത്ര പ്രാവശ്യം അറിയാം നിങ്ങൾ നോക്കണോ? നിങ്ങൾ പറയും, യേശു നല്ലവൻ, അവൻ നല്ലവൻ. ഒന്ന് ചിരിച്ചു പാടിയാ ഭയങ്കര സൂപ്പറാ. യേശു നല്ലവൻ, അങ്ങനെ പറഞ്ഞേ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. ഇങ്ങനെ പാട്ട് കേട്ടോ. നിങ്ങൾ പാടുന്നത് എങ്ങനെ അറിയോ? യേശു നല്ലവൻ, യേശു നല്ലവനാ കേട്ടോ. അപ്പൊ ഇവര് സൂപ്പറായിട്ട് പാടും. നിങ്ങളിപ്പോ ചിരിച്ചാ
നിങ്ങളുടെ മുഖത്ത് ചിരി വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പൊ അബ്രാഹത്തിന്റെ ദൈവം എന്തൊട്ട് അബ്രാഹത്തിന്റെ ദൈവം? നിങ്ങളിങ്ങനെ ഇരുന്നോ, മറ്റുള്ളവരെ കളിയാക്കണം കണ്ട് ഇങ്ങനെ ചിരിക്കാതിരുന്നാ മതി കേട്ടോ. ഈ ഉത്തരം പിടിച്ചോ. നാളെ വരുമ്പോ ചോദിക്കും അച്ഛൻ, നാളെ വരുമ്പോ ചോദിക്കും അച്ഛൻ ഞാൻ താഴേക്ക് പോണച്ച. ഓക്കെ, നാളെ വരുമ്പോ ചോദിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഒരു ചേച്ചി ഇങ്ങനെ കൊടയാ, ദൈവം ഒന്നും ജയിക്കത്തില്ല കേട്ടോ. ഞാൻ നാളെ വരുമ്പോ ചോദിക്കും കേട്ടോ. ചോദിക്കുന്ന വിചാരിച്ചോണ്ട് എന്നെയാ നിങ്ങളോട് പറയാൻ പോണേ കേട്ടോ. ഇത് ഹൗളിങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മോനെ നോക്കിക്കൊള്ളോട്ടോ. ഓക്കെ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? ഇപ്പോഴെങ്കിലും സന്തോഷമായി, നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? ഉത്തരം പിടിച്ചോ. നാളെ വരുമ്പോ ചോദിക്കും കേട്ടോ. ഉത്തരം പിടിച്ചോ. വിശ്വസിച്ചാൽ പറ, എന്നോട് കൂടെ പറ. വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. ഒന്നുകൂടി പറഞ്ഞ്, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. ഒന്നുകൂടി പറഞ്ഞ്, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. നിങ്ങൾ പറഞ്ഞു ദൈവമാണ്. ജിൻസി സ്റ്റാൻഡപ്പ്. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. പുഷ്പ ചേച്ചി വന്നിട്ടുണ്ടോ? പുഷ്പ ചേച്ചി ഇവിടെ ഇരുന്ന ചേച്ചിന്റെ അവിടെ പോയി. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, അവിടെ പോയിരുന്നേ. പുഷ്പ ചേച്ചി കൂടെ വാ, പുഷ്പ ചേച്ചി കൂടെ വാ. കൂടെ വന്നിരുന്നു. ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഈ സീറ്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല ഉണ്ടോ? പുഷ്പ ചേച്ചി കൂടെ വാ, ഞാൻ സീറ്റൊക്കെ തരാം. ഇവിടെ വാ പുഷ്പേച്ചി, ഇവിടെ. ഓരോ ദിവസം കഴിയുന്നവരും പുഷ്പേച്ചി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വാ, ഇത് നിങ്ങളുടെ എത്തുവോ? ഇവിടെ വന്നിരുന്നോ? ഇനി നിങ്ങൾ പറ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. നിങ്ങൾ ആൺകുട്ടികൾ പറയോ? എടാ മോനെ നീ എഴുതിയിട്ടുണ്ട്. യു സ്റ്റാൻഡപ്പ്. പേരുന്നോട്ടാ വിനീഷ്. വിനീഷ് സുന്ദരനാണ് കേട്ടോ. വിനീഷേ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ചാൽ, കൂടെ നിൽക്കുന്ന, സ്നേഹിച്ചാൽ. നമുക്ക് സ്നേഹം വേണ്ടേ? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. സൂപ്പർ കേട്ടോ. വിനീഷ് സൂപ്പറായിട്ട് പറഞ്ഞു. എടാ നീ എഴുന്നേറ്റടാ, എഴുന്നേക്കടാ, നീ പേടിക്കണ്ട കേട്ടോ. പേരുന്നോട്ടാ ബിനോയ്. ബിനോയും സുന്ദരനാ കേട്ടോ. ബിനോയ് പറ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. ഓക്കെ, രണ്ടുപേര് പറഞ്ഞു. ഇനി എനിക്ക് പെൺകുട്ടികളെ ഓളെ നീ സ്റ്റാൻഡപ്പ്. ആ രണ്ട് ഒരേപോലത്തെ ചുരിദാറിട്ടോണ്ടിരിക്കുന്ന കൊച്ചകളെ എഴുന്നേറ്റ് സ്റ്റാൻഡപ്പ്. അങ്ങറ്റത്തിരിക്കുന്ന എഴുന്നേറ്റേക്ക്. നീ മറ്റവളെ തള്ളി വിടുന്നോണ്ട് നീ എഴുന്നേറ്റേക്ക്. എന്റെ പേരുന്നോട്ടാ സോന. സോനാമേ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ച, സ്നേഹിച്ച കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. ഇനി എല്ലാവരും പഠിച്ചോല്ല. നാളെ വരുമ്പോ ചോദിക്കും. നാളെ വരുമ്പോ ചോദിക്കുന്നു ചോദിച്ചിട്ട് പഠിപ്പിച്ചേക്കണേ കേട്ടോ. ഇനി ഇത് ചോദിക്കുന്നു ചോദിച്ചോണ്ട് വരാണ്ടിരിക്കണ്ട. ഞാൻ വല്ല മാനത്തോക്കിൽ ചോദിച്ചോളാം. നിങ്ങൾ വന്നാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് അബ്രാഹത്തിന്റെ ദൈവം എന്ന് പറഞ്ഞേ? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹമിന്റെ ദൈവം. ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോളണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവമേ അച്ഛാ വിശ്വസിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും ദൈവം കൂടെ ഇല്ലേ? ഞാൻ പറയുന്നുണ്ട്. പക്ഷെ വിശ്വസിക്കുന്നവനും സ്നേഹിക്കുന്നവനുമാണ് കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? എന്താണ്? വിശ്വസിക്കുന്നവനും സ്നേഹിക്കുന്നവനാണ് കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിശ്വസിക്കാത്തവനെ ദൈവത്തെ കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞറിയോ? നിങ്ങൾ ഈ ബൈബിള് വായിക്കുമ്പോൾ അബ്രാഹത്തെ പോലെ ഇത്രയും ഗംഭീരമായിട്ട് ദൈവത്തെ വിശ്വസിച്ചൊരു മനുഷ്യനെ കാണാൻ പറ്റില്ല. അതുപോലെ വിശ്വാസമായിരുന്നു ഈ അബ്രാഹത്തിന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അന്ന് അബ്രാഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ സ്വത്ത്, നാൽക്കാലികൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്ന അബ്രാഹത്തിന് ഒരു കുറവുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കുറവ്? എന്തായിരുന്നു? മക്കളിലായിരുന്നു. വർഷങ്ങളോളം പ്രാർത്ഥിച്ചു ഈ മനുഷ്യനൊരു കൊച്ചിനെ കിട്ടാൻ. കേട്ടോ, ഒരു 100 വർഷത്തിൽ പരം പ്രാർത്ഥിച്ചു ഒരു കൊച്ചിനെ കിട്ടാൻ. അത് ദൈവം അറിഞ്ഞ് അവനൊരു കൊച്ചിനെ കൊടുത്തു. ഞാൻ എപ്പോഴും പറയുന്നറിയോ, എല്ലാം തരുന്ന ദൈവം, എല്ലാം തരുന്ന നമ്മുടെ അപ്പൻ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തരില്ല. നീ എപ്പോഴും ഓർത്തോളണം, ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരില്ല. എന്തുകൊണ്ടാ?
എല്ലാം തന്ന സഭയിൽ വരുമോ? അതറിയാം. നിങ്ങളുടെ കയ്യിലിരിപ്പൊക്കെ കർത്താവിനറിയാം. നിങ്ങളെ വിറ്റ കാശ് പുള്ളിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ കേട്ടോ, നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ അപ്പനറിയാം, നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ അപ്പനറിയാം. എല്ലാം തന്നൊരു ഒറ്റണം പള്ളി വരില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ട് തരാത്തെ വാട മക്കളെ, വാ തരാം തരാം. അതങ്ങനെയില്ലേ? അപ്പനെ ഗുണം കാണിക്കുന്ന, അപ്പനെ ബഹുമാനിക്കുന്ന എപ്പോഴാ? അപ്പന്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നത് ഉറപ്പുള്ളതുകൊണ്ടാ അപ്പൻ നമുക്ക് പല കാര്യങ്ങളും വാങ്ങിച്ചു തരാത്തെ. ചെല്ലുമ്പോ നമ്മുടെ അപ്പൻ തരാം, നാളേക്ക് തരാം, 2 ദിവസം കഴിഞ്ഞ് തരാം, 3 ദിവസം കഴിഞ്ഞ് തരാം. ചിലപ്പോ പറ്റും, അന്ന് തന്നെ പറ്റും. എന്റെ കൊടുക്കാത്ത കിട്ടുന്ന ബഹുമാനം കിട്ടുന്നത് അത് പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴാ. ശരിയല്ലേ? നിങ്ങൾ ഓർത്തു നോക്കി, തമ്പുരാൻ എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ പാതിയാണ് ഇവിടെ ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ സഭയിലെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് തന്നെ ആണോ? ഓ, അടുത്തിരുന്ന് തള്ളിക്കോട്ടെ, ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തും കേട്ടോ. നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരണേ. ആണോ? ആണോ? കാര്യങ്ങളടക്കെ ശരിയല്ലേ? എൻ്റെ അപ്പ എൻ്റെ കൊച്ചിന്റെ കല്യാണം നടക്കാനാ വന്നേക്കണേ അല്ലേ? കണ്ണീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കണത് അതുകൊണ്ടല്ലേ? നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ലേ? എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. നമ്മൾ മണ്ടന്മാരടവേ. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി ആരാധനയ്ക്ക് വരും. പക്ഷെ നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കണത്? അങ്ങനെയല്ല പ്രാർത്ഥിക്കണ്ടേ. നിങ്ങൾ എപ്പോഴും ചിന്തി, നമ്മൾ മണ്ടന്മാരെ ശരിക്കും. നമ്മൾ പറയും, അച്ഛാ ദൈവമേ എൻ്റെ കല്യാണം നടക്കാൻ, ദൈവമേ എൻ്റെ കടബാധ്യത മാറിത്തരാൻ. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മൾ അതിന് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കണേ. നമ്മുടെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ അങ്ങനെയല്ല ശരിക്കും പ്രാർത്ഥിക്കണ്ടേ. ദൈവമേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വന്നേക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയേ. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പില് അവനോടുള്ള സ്നേഹത്തില് ആയിരുന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ എന്റെ ഗുണം എന്നറിയോ? ഇപ്പൊ സിമ്പിൾ ആയതുകൊണ്ടാ പറയാം. ചേട്ടൻ വന്നേ, ചേട്ടൻ്റെ പേരുന്നോട്ടാ? രഞ്ജിത്ത്. നല്ല പേരാ കേട്ടോ, സുന്ദരനാ. നിക്ക് രണ്ടുപേരും ഒരേപോലെ ഇരിക്കണല്ലോ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ രഞ്ജിത്തേട്ടനും ഞാനും കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, രഞ്ജിത്തേട്ടൻ എന്റെ കൂട്ടുകാരനാ. ഇവനെ എനിക്ക് ഒന്നിനും വേണ്ടിയിട്ടല്ല സ്നേഹിക്കണം, പക്ഷെ ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ കേട്ടോ. രഞ്ജിത്തേട്ടാ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. കാണുമ്പോഴല്ല ഓക്കെ. അപ്പൊ രഞ്ജിത്ത് ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ചിന്തിക്കും. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ രഞ്ജിത്തിനെ സ്നേഹിക്കുന്നതും കൊണ്ടു നടക്കുന്നു എനിക്ക് ഒന്നിനും വേണ്ടിയിട്ടല്ല. രഞ്ജിത്ത് എന്റെ കൂട്ടുകാരനാ. എനിക്കൊരു പ്രശ്നം ഉണ്ടായ രഞ്ജിത്തെ ഇടപെടോ? എന്തുകൊണ്ട്? സ്നേഹമുള്ളതുകൊണ്ട്, എന്റെ കൂട്ടുകാരനായതുകൊണ്ട്. അതെ. ഞാൻ എന്നാ രഞ്ജിത്തിന്റെ അടുത്ത്, രഞ്ജിത്തെ എനിക്ക് എന്റെ കൊച്ചിന്റെ കല്യാണം വരാൻ മോന് രഞ്ജിത്തെ, എനിക്ക് ഇച്ചിരി പൈസ കടം വേണം. എന്റെ ഫ്രണ്ടും ഒന്നല്ല കേട്ടോ, എന്റെ ഫ്രണ്ടല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അച്ഛനൊരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചെന്നെ. നമ്മുടെ പ്രാർത്ഥനയുടെ വ്യത്യാസം അച്ഛൻ കാണിക്കാൻ പോണേ. നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന രീതിയിൽ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, രഞ്ജിത്ത് എന്റെ കൂട്ടുകാരനല്ല. രഞ്ജിത്ത് ഇച്ചിരി പൈസ കടം കൊടുക്കുന്ന ആളാ. ചിന്തിക്ക്, പൈസ കടം കൊടുക്കുന്ന പലിശക്കാരൻ, വട്ടിപ്പലിശക്കാരൻ. ചിന്തിക്ക്, രഞ്ജിത്ത് വട്ടിപ്പലിശക്കാരൻ. രഞ്ജിത്തിന്റെ അടുത്ത് എന്റെ കൊച്ചിന്റെ കല്യാണം ഞാൻ വന്നേക്കാ. രഞ്ജിത്തെ എന്റെ കൊച്ചിന്റെ കല്യാണം എനിക്കില്ല കേട്ടോ, എന്നാലും പറഞ്ഞതാ. രഞ്ജിത്ത് എന്റെ കൊച്ചിന്റെ കല്യാണം നടക്ക, ഇച്ചിരി പൈസ കടം തന്നേ. രഞ്ജിത്ത് വട്ടിപ്പലിശക്കാരനാ, പൈസ കടം തന്നു, ഞാൻ കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ പലപ്പോഴും പ്രാർത്ഥന ഇങ്ങനെയാണ്. അപ്പൊ കർത്താവിനെ വട്ടിപ്പലിശക്കാരനായിക്കോ എന്ന് ചോദിക്കരുത്. ഞാൻ സിമ്പിൾ ഉദാഹരണം കാണിച്ചത് നിങ്ങൾക്ക്, അതിനു വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്പുരാന്റെ മുമ്പിൽ വരണേ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമ്മള് അതൊക്കെ മാറ്റി വെച്ചിട്ട് വട്ടിപ്പലിശക്കാരനോ പലിശക്കാരനോ കാശിന് വേണ്ടിയിട്ട് ഒന്നുമല്ല. നിങ്ങൾ രഞ്ജിത്തിനെ എന്റെ സുഹൃത്തായിട്ട് കണ്ടു നോക്കിയേ. എന്റെ സുഹൃത്തത് ഇനി എന്റെ സുഹൃത്താ. രഞ്ജിത്ത് വേർക്കണ്ടല്ലോ. രഞ്ജിത്ത് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. രഞ്ജിത്ത് പ്രശ്നമുണ്ടോ? ഞാൻ എന്തെങ്കിലും പറയണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ രഞ്ജിത്ത് എന്റെ നല്ല സുഹൃത്താന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ നല്ല സുഹൃത്താന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്കൊരു പ്രശ്നം ഉണ്ടായ ആരിടപെടും? ഇടപെടും. ഇതാണ് പ്രാർത്ഥന. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വരണ്ടേ. അങ്ങനെയല്ല വരണ്ടേ. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ അവനോടുള്ള സ്നേഹത്തെ പ്രതിവാ. ഞാൻ രഞ്ജിത്ത് എന്റെ കൂട്ടുകാരനാന്ന് കൊണ്ടുനടക്ക. എന്റെ കൊച്ചിന്റെ കല്യാണം വരുമ്പോ ഞാൻ ചോദിച്ചില്ലെങ്കിലും രഞ്ജിത്ത് എന്നെ സഹായിക്കില്ലേ? കണ്ട, അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മുടെ പ്രാർത്ഥന എന്നറിയോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അച്ഛൻ ആദ്യം കാണിച്ചെന്ന രീതിയിലാ. ദൈവം എനിക്ക് അതുതാ ഇതുതാ അതുതാ ഇതുതാ അതുതാ ഇതുതാ അതുതാ ഇതുതാ അതുതാ ഇതുതാ. ഇത് കഴിക്കല് മാത്രമേ ഉള്ളൂ. ഇത് മാറ്റി വെച്ചിട്ട് ദൈവമേ എനിക്ക് നിന്നെ ഇഷ്ടമാ, എനിക്ക് നിന്നോട് സ്നേഹമാ, നീ എന്റെ കൂടെ നടക്ക്, നീ എന്റെ കൂടെ വാ, നിന്റെ അടുത്തിരിക്കി, കുറച്ചു നേരം കർത്താവിന്റെ അടുത്തിരിക്കി.
അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് തരും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ ആരാധനയ്ക്ക് വരണത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിവാ. അതുകൊണ്ട് തമ്മിൽ വളരെ സുന്ദരമായിട്ടൊരു വചനം പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കിൻ, അതോടൊപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ തരാന്ന്. തമ്പ്രാൻ പറയാ, നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമേ, ബാക്കിയൊക്കെ ഞാൻ തരാന്ന്. മനസ്സിലായോ? മനസ്സിലായോ? ചെവിയുള്ളവൻ 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 ആ കേക്കട്ടെ. അപ്പൊ രഞ്ജിത്ത് പൊക്ക, രഞ്ജിത്തിന് നല്ലൊരു ഐഡിയ കൊടുത്തേ. ഞാൻ എന്തിനെന്ന് പറഞ്ഞറിയോ? മക്കളെ, നിങ്ങൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പ്രതിവാ. അവിടെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും. ഈ അബ്രഹാം എന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ കൊച്ചിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, അവൻ ദൈവത്തോടുള്ള സ്നേഹത്തിലെ ജീവിച്ചേ. 100 വർഷം 100 വർഷം പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ പ്രതിസന്ധികളിൽ, എന്റെ വേദനകളിൽ എന്റെ തലമുറ തോറും അനുഗ്രഹിക്കുന്നല്ല പറഞ്ഞേ. ഒന്ന് അനുഗ്രഹിക്ക്. ഒത്തിരി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ഒരു കൊച്ചിനെ കൊടുത്തു. അതിനെ താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കില്ലെന്ന് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ അതിനെ സ്നേഹിച്ചു. സ്നേഹിച്ച് 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 കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് സ്നേഹിച്ച് സ്നേഹിച്ച് വളർത്തി വലുതാക്കി ഒരു പരിവെത്തിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ആ കൊച്ചിനെ എനിക്ക് വേണ്ടി യാഗബലി അർപ്പിക്കണം. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? വന്ന വഴിയെ കൊടുക്കില്ലെന്നോ? പുഷ്പേച്ചി എഴുന്നേറ്റെന്ന്. എത്ര പിള്ളേരുണ്ട്? 2 പേര്. പറഞ്ഞ കേക്കോ? ആര് പറഞ്ഞ കേക്കോ? എന്തോരെത്തി? വലുതായെന്ന് വെച്ചാ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു. ഒരു പുഷ്പേച്ചിനെ കണ്ടാ തോന്നൂലല്ലേ? സ്റ്റിൽ എങ്ങനെ എന്തെങ്കിലും ആട്ടെ. കല്യാണം കഴിഞ്ഞാലും പറഞ്ഞാലും കേൾക്കും. എന്റെ പൊന്നോടെ തള്ളിയതല്ലേ? പിള്ളേരൊക്കെ ഇവിടുത്തെ പിള്ളേരെ പറഞ്ഞൊക്കെ കേക്കോ? രഞ്ജിത്തിന് എത്ര പിള്ളേരുണ്ട്? പറഞ്ഞു കേക്കോ? ഓ രഞ്ജിത്ത് സത്യാട്ടോ. എന്റെ പിന്നെ അപ്പൊ ഇന്ദ്രു നല്ല പിള്ളേർ ഇവിടുത്തെ പുഷ്പിച്ചിരുന്നോ? ഞങ്ങളുടെ നാട്ടിൽ ജന്മത്ത് കേൾക്കാറുണ്ടായില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അടുത്ത് പല മാതാപിതാക്കളും വന്നിട്ട് പറയും, എൻ്റെ അച്ഛാ പിള്ളേരൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ പറയും, അതാണ് സൂപ്പർ പിള്ളേര്. പറഞ്ഞ കേൾക്കാത്ത പിള്ളേരെ സൂപ്പർ പിള്ളേര് കേട്ടോ. എന്തെങ്കിലും വഴക്കോ പച്ചപ്പാടോ ബഹളം ഉണ്ടാക്കണ പിള്ളേരെ നിങ്ങൾ വിളിച്ചോ, സൂപ്പർ പിള്ളേരാ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആരെന്നറിയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞത്. എന്തൊരു വഴക്കായിരുന്നു അറിയാം എൻ്റെ വീട്ടില്. സാധാരണ ഞങ്ങൾ ഈ സെമിനാരിൽ കൊണ്ടുവന്ന് 10-12 വർഷം സെമിനാരിൽ പോയി പഠിക്കണം കേട്ടോ. 12 വർഷം സെമിനാരിൽ പഠിക്കണം. ഞങ്ങൾ 35 പേരെ സെമിനാരിൽ ചേർന്ന്. 35 പേര്. സാധാരണ സെമിനാരി കൊണ്ടുവന്ന് വിട്ടാൽ, സെമിനാരി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി നീ വിശ്വസിക്കുന്നു, അച്ഛനാകാൻ പഠിക്കുന്ന സ്ഥലമാണ് സെമിനാരി കേട്ടോ. ഞങ്ങൾക്ക് അതിന് സെമിനാരി എന്ന് വിളിക്കണേ. അപ്പോൾ ഞങ്ങളെ ഒരു 10-12 വർഷം സെമിനാരി പഠിക്കണം. അപ്പൊ ഞങ്ങളെ സെമിനാരിയിൽ കൊണ്ടുവന്നാക്കിയാൽ പിന്നെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ സെമിനാരി ചേരണേ. അപ്പൊ 10ാം ക്ലാസ്സിൽ ഒരു മകനെയോ ഒരു മകളെയോ വിട്ടു നിൽക്കുന്ന ഒരു അമ്മയുടെ അപ്പന്റെയും സങ്കടം ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കണ്ടല്ലോ. ഞാൻ നോക്കി കഴിയുമ്പോഴറിയോ, ഞങ്ങൾ 35 പേര് സെമിനാരി ചേർന്നപ്പോ 34 പേരുടെയും മാതാപിതാക്കൾ ഊട്ടുക്കത്തെ കരച്ചില്. ഞാൻ നോക്കുമ്പോ എന്റെ തള്ള മാത്രം എന്നോട് പറയാ, പൊക്കോ പൊക്കോ. ഞാൻ വിചാരിക്കും, തള്ളക്ക് കരച്ചിലൊന്നുമില്ലേ? എന്നെ കണ്ടിട്ടൊന്ന് വിട്ടിട്ട് 6 മാസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയാൻ പാടില്ലേ? എന്റെ തള്ള കരഞ്ഞില്ല. എന്നെ കാണുന്നറിയോ? ഞാൻ പിന്നീട് മനസ്സിലാക്കിയേ, പുള്ളിക്കാരത്തേക്ക് എന്നെ കൊണ്ട് മതിയായിരുന്നു. എവിടെങ്കിലും പോയി നന്നാവട്ടെ എന്ന് വെച്ച് സെമിനാരി വിട്ടതാ. സത്യം പറയണേ. ഞാൻ എപ്പോഴും പറയും, ഈ എല്ലാം കേൾക്കുന്ന മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോന്ന് പറയുള്ളൂ. എല്ലാം കേൾക്കുന്ന മക്കളെ സൂക്ഷിച്ചോളണം. എല്ലാം കേൾക്കാത്ത, അത്യാവശ്യമൊക്കെ അപ്പനോട് അമ്മയോട് ഭയങ്കര ബഹുമാനമായിരിക്കും കേട്ടോ ഈ കേൾക്കാത്ത പിള്ളേർക്ക്. നിങ്ങൾ ഈ ചിന്തിച്ചു നോക്കിയേ, ഈ ഉഴപ്പന്മാരായിട്ട് ഇവിടെ ഏതെങ്കിലും ടീച്ചർമാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചോദിച്ചു നോക്കിയോ അവരോട്. ഉഴപ്പന്മാരായി പഠിച്ചവന്മാർക്കായിരിക്കും ടീച്ചർമാരോട് ഒടുക്കത്തെ സ്നേഹം. ഉഴപ്പില്ലാതെ നന്നായിട്ട് പഠിച്ചോണ പിള്ളേർ ജന്മത്തെ ടീച്ചർമാരെ ഓർക്കൂല. ഉഴപ്പന്മാരായിട്ട് പഠിച്ചവര് അവർക്ക് തല്ല് കിട്ടി ക്ലാസ്സിന് പുറത്തിറക്കി ടീച്ചറായിട്ട് അഭേദ്യമായ ഒരു ബന്ധമായിരിക്കും. എല്ലാ ദിവസവും ക്ലാസ്സിന് പുറത്ത് തല്ല് കിട്ടുന്നല്ലേ. മറ്റവന്മാരാണെങ്കിൽ പഠിക്കാൻ മാത്രം വരുന്നതാ. ഇവന്മാർക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവും എപ്പോഴും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, മിണ്ടാപ്പൂച്ച കാലം അടയ്ക്കും, സൂക്ഷിച്ചോ. എല്ലാം അനുസരിക്കുന്ന പിള്ളേരെ ഞാൻ പറയും സൂക്ഷിച്ചോളണം.
മറ്റേതെങ്ങളുണ്ടല്ലോ ഒരു ഗുണമെന്നറിയോ, ഇത് നിങ്ങൾ തല്ലി 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 കുറെ കിടന്ന് നന്നാവും. ഈ അഭിഗതി കാണിക്കുന്ന പിള്ളേർ പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളൊക്കെ വികൃതികളാണോ? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ വികൃതിയാണെന്നും പറയാൻ പറ്റില്ല, നല്ലതാണെന്നും പറയാൻ പറ്റത്തില്ല. അച്ഛനിങ്ങനെ പറഞ്ഞു പോയില്ലേ. എന്തെങ്കിലും ആവട്ടെ, ഈ അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു നിന്റെ കൊച്ചിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന്. നെഞ്ചിത്താണി കൊടുക്കോ? കൊടുക്കോ? ഇല്ല. ബെസ്റ്റ് തന്ത കൊടുക്കോ? ഇല്ല. ചേട്ടയുടെ പേരെന്നിട്ടാ? നല്ല മധ്യസ്ഥ പ്രാർത്ഥന കേട്ടോ. സന്തോഷേട്ടൻ. ഓക്കെ. കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും കൊടുക്കോ? ആരെങ്കിലും കൊടുക്കൂലടവേ. ഞാനാണെങ്കിലും കൊടുക്കൂല. എനിക്കില്ല കേട്ടോ, പക്ഷെ കൊടുക്കില്ല. കാരണം എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. കർത്താവ് പറയാ നിന്റെ മോൻ എനിക്ക് യാഗബലി അർപ്പിച്ചു തന്നോന്ന്. എങ്ങനെ കൊടുക്കാൻ പറ്റും? ആ മനുഷ്യന്റെ ചങ്കില് അതുപോലെ വിഷമം നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ എപ്പോഴും ഓർക്കാണ്ട് ദൈവമേ എന്തുകൊണ്ട് നീ അങ്ങനെ ചോദിച്ചു. പക്ഷെ അബ്രാഹം എന്ന മനുഷ്യനെ നമ്മളൊക്കെ ചിന്തിപ്പിക്കുക. അവിടെ നമ്മൾ ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു നിന്റെ മോനെ എനിക്ക് യാഗബലി അർപ്പിച്ചു തന്നെ. യാഗബലി അർപ്പിക്കുന്നത് എങ്ങനെയറിയോ? സ്വന്തം കൊച്ചിന്റെ നെഞ്ചത്ത് ഒരു കടാര കൊണ്ട് കുത്തി ഇറക്കി ആ ചോര കൊണ്ട് ബലിയർപ്പിക്കണോന്ന്. ഏതപ്പന പറ്റണത്? പക്ഷെ ഈ അബ്രാഹം എന്ന മനുഷ്യൻ ഇത് കേട്ടിട്ടും പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ കേട്ടിട്ട് കർത്താവിനോട് പറഞ്ഞ കർത്താവേ എനിക്കൊരു 10-30 ദിവസം താ എന്റെ മോനെ സ്നേഹിക്കാൻ, എന്നിട്ട് ഞാൻ തരാം. പറഞ്ഞാ സ്വന്തം ഭാര്യയോട് പറഞ്ഞാ? ഇല്ല. വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ഈ മനുഷ്യന്റെ വിശ്വാസം എന്ന് പറയുന്നതാ. ഈ മനുഷ്യൻ പിറ്റേ ദിവസം സ്വന്തം മോനെ എടുത്തോണ്ട് പോവാ ബലിയർപ്പിക്കാൻ. സ്വന്തം മോനെ കൊല്ലാൻ പോവാ ഈ മനുഷ്യൻ. ദൈവം പറഞ്ഞു കേട്ടുകൊണ്ട് സ്വന്തം മോനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോവാ. പോകുന്ന വഴിയിൽ ലോകത്തെ മുഴുവൻ ചങ്കുവലയ്ക്കുന്ന ഒരു ചോദ്യം അപ്പനെ നേർക്കിട്ട് ഈ മകൻ ചോദിക്കുക. ചോദ്യം ഇത്രേ ഉള്ളൂ, അപ്പാ വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയപ്പാ? അപ്പന്റെ ചങ്കെവിടെയാ? അബ്രാഹത്തിന്റെ ചങ്കെവിടെയാ? കണ്ണിൽ നിന്ന് മിറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുളി തുടച്ചിട്ട് അബ്രാഹം എന്ന മനുഷ്യൻ സ്വന്തം മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇസഹാക്കിനെ ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ ഡയലോഗ് പറഞ്ഞോളൂ, പൊന്നു മോനെ ദൈവം തരൂടാ, ദൈവം തരൂടാ, ദൈവം തരൂടാ. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഉത്തരത്. ദൈവം പറയാ സ്വന്തം മോനെ കൊല്ലണോന്ന്, അബ്രാഹം പറയാ ദൈവം തരൂന്ന്. എന്തൊട്ട് വിശ്വാസമായിരുന്ന മനുഷ്യന്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളില് എത്ര വലിയ പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും ദൈവത്തിന് കണ്ണില്ലേ, ദൈവത്തെ കാണണില്ലേ? അപ്പോഴും പറയാൻ പറ്റും അബ്രാഹത്തെ പോലെ ദൈവം തരൂന്ന്. അവിടെയാണ് അബ്രാഹത്തിന്റെ വിശ്വാസം നമ്മളെ ചോദ്യം ചെയ്യണ്ടേ. പിന്നെയും കയറിപ്പോവാ. മോറിയ മലയുടെ അറ്റത്തെത്തി, ബലി തുടങ്ങാൻ സമയായി. അപ്പോഴും മകന് സംശയ. സ്വന്തം അപ്പന്റെ കരങ്ങളിൽ പിടിച്ചു വലിച്ചിട്ട് അബ്രാഹത്തിന്റെ മുഖത്ത് നോക്കി ഇസഹാക്ക് എന്ന മകൻ ചോദിച്ചു, പൊന്നപ്പാ ഒന്ന് പറയപ്പാ, ബലി തുടങ്ങാൻ സമയായപ്പാ, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പന്റെ ചങ്ക് എവിടെയാ? കണ്ണിൽ നിന്ന് മിറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുടച്ചിട്ട് അബ്രാഹം അപ്പൻ സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ ഡയലോഗ് പറഞ്ഞോളൂ, ബലി തുടങ്ങാൻ സമയായിട്ടാ. അപ്പോഴും പറയാ ദൈവം തരൂന്ന്. സ്വന്തം മകനെ കൊല്ലേണ്ടി വന്നാലും ദൈവവിശ്വാസം ഏറ്റുപറയാൻ വിശ്വാസം കാണിച്ചൊരു മനുഷ്യനാണ് അബ്രാഹം. അതുകൊണ്ടാ ദൈവത്തെ അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ. പിന്നീട് ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ആ മകനെ ദൈവം തിരിച്ചു കൊടുത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും സങ്കടത്തിലും ചിന്തിച്ചോളാം, എന്റെ തമ്പുരാൻ എനിക്ക് തരും, തരും. ജീവിതത്തിൽ എന്തു വന്നാലും തരും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഇത് നീ അറിഞ്ഞിട്ടല്ലേ തന്നെ, എന്റെ ജീവിത പങ്കാളി ഒത്തിരി പ്രശ്നത്തിലൂടെയാ ജീവിതം പോണേ. എന്നും മദ്യപാനം. കുടിക്കോ? ഇല്ലേ? കുടിക്കത്തൊന്നുമില്ല. എന്തൊരു വിശുദ്ധ ആനക്കൂടെ ഒക്കെ വിശുദ്ധന്മാരാണല്ലേ. കുടിക്കത്തില്ലെന്ന് ഒരു ചേട്ടൻ. ഓ കേട്ടാ, നിങ്ങൾ ചിന്തിച്ചോക്കെ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച ഒരാളെ കിട്ടിയതാ, എന്നിട്ട് എന്ത് ഇങ്ങനെ ഒത്തിരി നേർച്ച നേർന്ന് കിട്ടിയതാ, ഒത്തിരി തമ്പുരാന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതാ, എന്നിട്ട് എന്ത് ഇങ്ങനെ? നിങ്ങൾ ചിന്തിച്ചോളാം, ദൈവം അനുവദിച്ച ഒരു സഹനമാണെങ്കിൽ അതിനപ്പുറം ദൈവം തരാൻ എന്തോ മാറ്റി നിർത്തിയിട്ടുണ്ട്. എപ്പോഴും ചിന്തിച്ചോളാം, ദൈവം എന്തോ മാറ്റി വെച്ചിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറം തരാൻ. പലതരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിന്റെ സങ്കടത്തിൽ ഏത് പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങൾ ചിന്തിച്ചോളാം, ആര് എന്റെ കൂടെയുണ്ട്? ദൈവം എന്റെ കൂടെയുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടത് തരും. കേട്ടോ, വേണ്ടത് തരും, ദൈവം തരും.
അതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കണേ. അപ്പൊ എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? ഉച്ചത്തിൽ പറഞ്ഞേ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? തേങ്ങപ്പുഴുക്ക് പോലെ ഇരിക്കാതെ ഉത്തരങ്ങും പറ. വിശ്വസിച്ച, സ്നേഹിച്ച, കൂടെ നിൽക്കണ ദൈവമാണ് അബ്രാഹം. സ്ത്രീകളും ഇണ്ടാതല്ലേ, പുരുഷന്മാര് മാത്രം പറഞ്ഞു. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. കേട്ടോ? ഇനി അടുത്തത് ഇസഹാക്കിന്റെ ദൈവം. കേട്ടോ? ഇസഹാക്കിന്റെ ദൈവം ആരായിരുന്നു? ഇസഹാക്ക്. എന്റെ മക്കളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നരുത് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ലേ? അവിടെ നിൽക്കണോ? വേണ്ട, അത് കേട്ടോ. സ്നേഹമുള്ള പിള്ളേർ അപ്പൊ തന്നെ ഓടിച്ചു. കേട്ടോ? വേണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഇസഹാക്ക്? ആരായിരുന്നു? അല്ല, എന്താണ് ഇസഹാക്ക്? ആരായിരുന്നു ഇസഹാക്ക്? അബ്രാമിന്റെ മോനായിരുന്നു ഇസഹാക്ക്. കേട്ടോ? എന്തുകൊണ്ടാണ് ദൈവത്തെ ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിച്ചേ? ഉത്തരം പിടിച്ചോ, നാളെ വരുമ്പോ ചോദിക്കും. ഹോംവർക്ക് ഉണ്ട് കേട്ടോ. ഒരു കാര്യം പഠിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കാര്യം പഠിക്കാൻ പഠിച്ചിട്ടുണ്ട്. നാളെ വരുമ്പോ ഇവിടെ വിളിച്ചോണ്ട് എന്താരാ. കേട്ടോ? എന്താണ് ഇസഹാക്കിന്റെ ദൈവം? ഉത്തരം പിടിച്ചോ. എന്റെ ജീവിതത്തിൽ പറ, ഉച്ചത്തിൽ പറ. എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. ഉച്ചത്തിൽ പറ. എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. നിങ്ങൾ മാത്രം പറ. എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. ഒന്നുകൂടി പറഞ്ഞു. എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ്. ഇങ്ങനെ മോളോ സുന്ദരിയാട്ടോ. പേരെന്നോട്ടാ? ഏഞ്ചൽ. ഏഞ്ചലിന്റെ പോലെ ഇരിപ്പുണ്ട് കേട്ടാ. നീ പറ, എന്തൊട്ടാ ഇസഹാക്കിന്റെ ദൈവം? എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. സൂപ്പർ കേട്ടോ. ഏഞ്ചൽ മോള് നല്ല മോളെ. പൊക്കോ. നീ പറയോ? പറയോ? പറയില്ല. കുഴപ്പമില്ല കേട്ടോ. നീ പറയോ? ഇവിടെ വാ. നീ പേരെന്നോട്ടാ? ആശിഷേ പറ. എന്റെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുന്ന കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. സൂപ്പർ. നീ വന്നിടാ. നീ വാ. ആശിഷ് അല്ലേ? ആശിഷ് വാ. നിന്റെ പേരെന്നോട്ടാ? ജസ്വിൻ. നല്ലോണം മുടിയുണ്ടല്ലോ, ചട്ടി കമത്തിയ പോലെ ഉണ്ട് കേട്ടോ. ജസ്വിനെ പറ. ജസ്വിൻ നല്ല സുന്ദരന കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് പെങ്കൊച്ചങ്ങളൊക്കെ നിന്ന് നോക്കുന്നു. ഓക്കെ, ജസ്വിൻ പറ. എന്റെ ജീവിതത്തിൽ കൃത്യമായി കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. നീ എത്രയിലാ പഠിക്കണേ? 8. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, പൊക്കോ. നീ വന്നേടാ. പേരെന്നോട്ടാ? നിവേദ്. നിവേദ്. നിവേദനം പറ്റല്ലോ നിനക്ക് കേട്ടോ. നിവേദ് കേട്ടോ. നിവേദേ, എന്താണ് ഇസഹാക്കിന്റെ ദൈവം? എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. സൂപ്പർ കേട്ടോ. നീ സുന്ദരനാ. പൊക്കോ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ. മോളെ സ്പെക്സ് വെച്ച മോളെ, യു സ്റ്റാൻഡ്. എന്താണ് എന്താണ് ഇസഹാക്കിന്റെ ദൈവം? വാട്ട്സ് യുവർ നെയിം? ഗ്രീഷ്മ. ഗ്രീഷ്മ എന്നല്ലേ? ലിഷ്മയോ? ലിഷ്മ. ലിഷ്മേ, സുന്ദരിയാ കേട്ടോ. പറ ലിഷ്മ, എന്താണ് ഇസഹാക്കിന്റെ ദൈവം? എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. കേട്ടോ? ഇരുന്നോ? ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളൂ, കൃത്യസമയം. ഈ കൃത്യസമയം എന്ന് പറയുന്നത് ആരുടെ സമയാ? ദൈവത്തിന്റെ സമയം. നമ്മുടെ സമയമാണോ? അല്ല. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളൂ, നമ്മുടെ സമയമല്ല. ദൈവത്തിനൊരു സമയമുണ്ട് എല്ലാ കാര്യത്തിനും. ആ സമയത്തെ തരൂ. നിന്റെ കൊച്ചിന്റെ കല്യാണം ദൈവം തീരുമാനിച്ചൊരു വയസ്സുണ്ട്, അപ്പോഴേ നടക്കൂ. നിനക്കൊരു കൊച്ചുണ്ടാകണമെന്ന് ദൈവം തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്, അപ്പോഴേ കിട്ടൂ. നിന്റെ കടബാധ്യത മാറണമെന്ന് ദൈവം വിചാരിക്കുന്ന ഒരു നേരമുണ്ട്, അപ്പോഴേ തരൂ. മനസ്സിലായോ?
നമ്മുടെ സമയമാണോ? അല്ല, ദൈവത്തിനൊരു സമയമുണ്ട്, അതാണ് കൃത്യസമയം.